യുദ്ധങ്ങളെയും ആയുധങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഒരു ചോദ്യമാണ് ഉയരുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു ആക്രമണത്തെ മുൻകൂട്ടി തടയാൻ തയ്യാറായിരിക്കുന്നത്? ആ ചോദ്യത്തിന് റഷ്യ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന മറുപടിയാണ് S-500 പ്രോമിത്യൂസ്. വലിയ പ്രഖ്യാപനങ്ങളോ അമിത പ്രചാരണങ്ങളോ ഇല്ലാതെ ശാന്തമായ ആത്മവിശ്വാസത്തോടെ റഷ്യ തന്റെ ഏറ്റവും ശക്തമായ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഔദ്യോഗികമായി സേവനത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2025 ഡിസംബറിൽ ആദ്യ റെജിമെന്റ് പൂർണ്ണമായി യുദ്ധസജ്ജമായി ചുമതലയേറ്റതോടെ റഷ്യ ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശം ലോകത്തോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു പുതിയ ആയുധത്തിന്റെ അവതരണമായി മാത്രം വിലയിരുത്താൻ കഴിയില്ല. ശീത യുദ്ധാനന്തര കാലഘട്ടത്തിൽ റഷ്യ ഘട്ടം ഘട്ടമായി രൂപപ്പെടുത്തിയെടുത്ത തന്ത്രപരമായ പ്രതിരോധ ശൃംഖലയുടെ ഏറ്റവും ശക്തവും നിർണായകവുമായ ഘടകമാണ് S-500 നിലകൊള്ളുന്നത്. റഷ്യയുടെ സുരക്ഷാ ആശയത്തിന്റെ അവസാന പ്രതിരോധ രേഖ എന്ന നിലയിൽ ആകാശത്തെയും ബഹിരാകാശത്തെയും ഒരുപോലെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന സംവിധാനമായാണ് ഇതിനെ കാണേണ്ടത്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്കും വരെ വ്യാപിക്കുന്ന ഭീഷണികളെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ S-500നെ റഷ്യയുടെ പ്രതിരോധ ശക്തിയുടെ കിരീടാഭരണമായി വിശേഷിപ്പിക്കുന്ന വിലയിരുത്തലുകളിൽ അതിശോക്തിയില്ല. ഹൈപ്പർസോണിക് മിസൈലുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ബഹിരാകാശ അധിഷ്ഠിത ആയുധങ്ങൾ തുടങ്ങിയവ ആധുനിക യുദ്ധത്തിന്റെ മുഖം ദിവസേന മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് S-500ന്റെ പ്രസക്തി ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. S-500ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും പിടികിട്ടാപ്പുള്ളിയുമായ ആക്രമണ ആയുധങ്ങളെ പോലും കണ്ടെത്തി നിഷ്ക്രിയമാക്കാൻ കഴിയുമെന്ന ശേഷിയുണ്ടെന്ന റഷ്യയുടെ അവകാശവാദമുണ്ട്. ഈ ഒരു സംവിധാനം സേവനത്തിൽ പ്രവേശിച്ചതോടെ റഷ്യ ഇനി ആക്രമണ ഭീഷണികളെ നേരിടുന്നത് അടിയന്തര പ്രതികരണങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് മുൻകൂട്ടി കണക്കുകൂട്ടിയ പാളികളായ ഒരു പ്രതിരോധ ശൃംഖലയിലൂടെയാണ്. പാശ്ചാത്യ ലോകം വർഷങ്ങളായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ ശൃംഖലകൾക്ക് മറുപടിയായി റഷ്യ സ്വന്തം രീതിയിൽ, സ്വന്തം വേഗത്തിൽ, സ്വന്തം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വെച്ച ഒരു ശക്തമായ പ്രഖ്യാപനമാണ് S-500. ചുരുക്കത്തിൽ S-500 പ്രോമിത്യൂസ് എന്നത് റഷ്യയുടെ ആയുധപുരയിലെ മറ്റൊരു മിസൈലല്ല. അത് ലോകശക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിയുള്ള റഷ്യയുടെ സിംഹഗർജനമാണ്. ആകാശവും ബഹിരാകാശവും ഇനി ഞങ്ങളുടെ കാവലിലാണ് എന്ന ആ ഗർജനം കേട്ട് ലോകമിന്ന് പകച്ചു നിൽക്കുകയാണ്. ഹൈപ്പർസോണിക് ആയുധങ്ങൾ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. ശബ്ദവേഗതയുടെ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇത്തരം മിസൈലുകൾ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ പലപ്പോഴും അപ്രസക്തമാക്കുന്ന സാഹചര്യത്തിലാണ് S-500ന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. റഷ്യയുടെ തന്നെ ഒറേഷ്നിക് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും തടയാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക പ്രതിരോധ സംവിധാനം S-500 ആണെന്നതാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ അവകാശവാദം. ശത്രുക്കളുടെ ആയുധങ്ങൾ മാത്രമല്ല, സ്വന്തം അത്യാധുനിക ആയുധങ്ങളെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന സാങ്കേതിക മികവാണ് ഇതിലൂടെ റഷ്യ പ്രദർശിപ്പിക്കുന്നത്. S-500ന്റെ സാങ്കേതിക ശേഷികൾ അതിനെ നിലവിലുള്ള എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. ഏകദേശം 600 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഈ സംവിധാനം 2000 കിലോമീറ്റർ അകലത്തിൽ നിന്ന് തന്നെ ഭീഷണികളെ തിരിച്ചറിയാൻ ശേഷിയുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളിൽ സജ്ജമാണ്. ഈ ദൂരപരിധിയും പ്രതികരണ വേഗതയും അമേരിക്കയുടെ പാട്രിയറ്റ്, താഡ് പോലെയുള്ള പ്രശസ്ത പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ പോലും മുന്നിലാണെന്ന വിലയിരുത്തലുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ S-500 വെറുമൊരു പ്രതിരോധ ആയുധമല്ല, മറിച്ച് റഷ്യയുടെ സൈനിക ദർശനത്തിന്റെ പ്രതീകമായാണ് കാണപ്പെടുന്നത്. ആധുനിക യുദ്ധത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും S-500 നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാന സവിശേഷത. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ വരെ കണ്ടെത്താനും തകർക്കാനും ഈ സംവിധാനത്തിന് കഴിയും. ഇതോടെ വ്യോമമേഖലയ്ക്ക് പുറമെ ബഹിരാകാശത്തേക്കും വ്യാപിക്കുന്ന ഒരു മൾട്ടി ലെയർ പ്രതിരോധ കവചം സൃഷ്ടിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ഹൈപ്പർസോണിക് യുദ്ധമുറകളും ബഹിരാകാശ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളും കൂടുതൽ പ്രാധാന്യമർജിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ S-500 റഷ്യയ്ക്ക് നൽകുന്നത് വെറും സൈനിക സുരക്ഷ മാത്രമല്ല, തന്ത്രപരമായ ആത്മവിശ്വാസവും കൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നാറ്റോ വികസനവും അമേരിക്കൻ മിസൈൽ പ്രതിരോധ ശൃംഖലകളും നേരിടാനുള്ള റഷ്യയുടെ ദീർഘകാല ശ്രമങ്ങളുടെ ഫലമായാണ് S-500നെ പലരും കാണുന്നത്. ശത്രുക്കളുടെ ആക്രമണശേഷി മുൻകൂട്ടി നിയന്ത്രിക്കുകയും പ്രതിരോധത്തിനൊപ്പം തന്നെ ശക്തമായൊരു തടയിടൽ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംവിധാനത്തിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത്. ആഗോളതലത്തിൽ നോക്കുമ്പോൾ S-500ന്റെ വിന്യാസം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സൈനിക പുരോഗതിയിൽ ഒതുങ്ങുന്ന സംഭവമല്ല. ഇത് ആഗോള ശക്തി സമതുലിതാവസ്ഥയിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കമാണ്.
അമേരിക്കയും നാറ്റോ സഖ്യങ്ങളും വികസിപ്പിച്ചു വരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മറുപടിയായാണ് പലരും S-500നെ വിലയിരുത്തുന്നത്. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ കാലഘട്ടത്തിൽ ആക്രമണമാണ് ശക്തി എന്ന പഴയ ധാരണയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അപരാജിതമായ പ്രതിരോധമെന്ന ആശയത്തിലേക്ക് റഷ്യ കടക്കുന്നതിന്റെ സൂചനയായി S-500 മാറുന്നത്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ S-500 പ്രോമിത്യൂസ് ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, റഷ്യയുടെ ഭൗമരാഷ്ട്രീയ നിലപാടിന്റെയും സൈനിക തന്ത്രത്തിന്റെയും ശക്തമായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. യുദ്ധമുഖം വേഗത്തിൽ മാറുന്ന കാലത്ത് ആകാശത്തെയും ബഹിരാകാശത്തെയും ഒരുമിച്ച് നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന ഈ സംവിധാനം വരാനിരിക്കുന്ന വർഷങ്ങളിൽ ആഗോള സുരക്ഷാ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറുമെന്ന് ഉറപ്പാണ്.